കേവലമായ ഒരു ആരോപണം ഉന്നയിച്ചതല്ല, തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു MLA എന്താണ് ചെയ്യുക? കോൺഗ്രസ്സുകാർ പറയട്ടെ. ആ സംസ്ഥാനത്തിനകത്ത് അതിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നിയമസഭാ അംഗത്വം രാജിവെക്കണം. ഈ സ്ത്രീകളോടെല്ലാം പരസ്യമായി മാപ്പ് പറയണം. വളരെ ഗുരുതരമായിട്ടുള്ള ലൈംഗികാരോപണമാണ്. MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഈ ആക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി കേരളത്തിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാന്യമായി രാജിവെക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐക്ക് CPM-ന് പ്രതികരിക്കാനുള്ള ധാർമ്മിക അവകാശം ഉണ്ടോ? ഞങ്ങൾക്ക് എന്ത് ധാർമ്മികത കുറവായിട്ടുള്ളത്? ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ധാർമ്മികതയേ ഉള്ളൂ. കാരണം ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നം പരാമർശിച്ചതിന് മുമ്പ് ഞാനതല്ലേ പറഞ്ഞു, ഏതെങ്കിലും ഒരു MLA-നെ പറ്റി വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? കള്ളന് താടി പഠിക്കുന്നവൻ പെരുങ്കള്ളനാ. ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചുള്ളൂ. സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയല്ലേ ഇത്? ധാർമ്മികത പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം രാജിവെച്ചാൽ ധാർമ്മികത പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം തിരിച്ചു വിട്ടില്ല കേട്ടോ.